ഹായ് ഹലോ മുത്തുമണീസ്, നിങ്ങളിവിടെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന അമ്പലത്തിലേക്ക് പോവാണ്ട റെഡി ആവുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങളും കൂടെ പോന്നോളൂ, നമുക്ക് കാഴ്ചകളെ കണ്ട് ഒരുമിച്ചടിച്ചു പൊളിക്കാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് മുത്തുമണീസ്, അപ്പൊ എങ്ങനെയാ റെഡി ആവുകയല്ലേ? നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് തന്നെ മതി. എന്തായാലും ഞാൻ ആദ്യം പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ മുത്തുമണീസ്. മുത്തുമണികളെ, ഇതാണ് ഞാൻ ഇടുന്ന ടോപ്പ്. എങ്ങനെയുണ്ട് മുത്തുമണി? സൂപ്പർ അല്ലേ? അപ്പൊ നമുക്ക് റെഡി ആവാം. ഫസ്റ്റില് ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഫേസിലെല്ലാം ഇങ്ങനെ ഡോട്ട് കുത്തിട്ട് കൊടുത്തിട്ട് ഫേസിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അടുത്തത് സൺസ്ക്രീം ഇടുന്നുണ്ട്. സൺസ്ക്രീം മസ്റ്റ് ആണ്. അപ്പൊ സൺസ്ക്രീമും ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് മൊത്തം അങ്ങ് വാരി പൂശുക. അതിനുശേഷം ഇനി പാൻ സ്റ്റിക്ക് ഡോട്ടായിട്ട് ഫേസിലൊക്കെ ഇങ്ങനെ കുത്തിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പോഞ്ച് വെച്ച് എല്ലായിടത്തും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ കുറച്ച് ഒരു ഫേസിന് നല്ലൊരു വെട്ടം കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഐബ്രോ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞാനൊന്ന് ഐലൈനർ സെറ്റ് ചെയ്യുന്നതുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഐലൈനർ സെറ്റ് ചെയ്യുന്നത്. കണ്ണെഴുതിയില്ലെങ്കിൽ എന്തോ ഒരു കോലം കെട്ട പോലെയാണ്. അതിനുശേഷം പൊട്ട് വെക്കുന്നുണ്ട്. പൊന്നും കൂടത്തിന് എന്തിനാ മുത്തുമണി പൊട്ട്. അതിനുശേഷം ഞാൻ ആ കമ്മലാണ് ഇട്ടത്. പിന്നെ ഈ മാലയാണ് ഇടാൻ പോകുന്നത്. ലോട്ടസിന്റെ ആണ് രണ്ടും വരുന്നത്. ഇട്ടിട്ട് അതിനുശേഷമുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ മുത്തുമണി? ഇനി ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ പോവുകയാണ്. ലിപ്സ്റ്റിക്ക് നല്ലൊരു റെഡ് ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക്കാണ്. ഞാൻ കൂടുതലും ഈ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പൊ റെഡി ആയതിനു ശേഷമുള്ള എൻ്റെ ഒരു കോപ്രായമാണ് ഈ കാണിക്കുന്നത്. എൻ്റെ കോപ്രായങ്ങൾ പലതരത്തിലുണ്ട് എങ്കിൽ പോലും ഇത് അതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള ഒരു കോപ്രായമാണ്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം മുത്തുമണികളെ. മുത്തുമണീസ് ഈ ഷൂ ആണ് കേട്ടോ ഞാൻ പെയർ ചെയ്യുന്നത്. മുത്തുമണീസ്, അപ്പൊ യാത്രയുടെ ഫസ്റ്റ് ഘട്ടം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റോഡിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ, വഴിയോര കാഴ്ചകൾ. ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഇങ്ങനെ കണ്ട് നടന്നു പോയ ഒരു രസമുണ്ട്. സൂസു എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരു മടിയും കൂടെ നല്ല ഉത്സാഹത്തിൽ നടക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ എന്താകുമോ ഗതിയെന്ന് എനിക്കറിയില്ല. എന്തായാലും തിരിച്ചു വരുമ്പോഴത്തേക്കും നേരെ നല്ലതുപോലെ പുലരും. നമ്മൾ നടന്നപ്പോഴത്തേക്കും ഒരു ഗണപതിയുടെ ലൈറ്റ് അറേഞ്ച്മെന്റ് കണ്ടു. അതിന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഗണപതിയുടെ അച്ഛനും അമ്മയെയും കണ്ടു. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ എല്ലാം കുറേശ്ശെ എടുക്കുന്നുണ്ട് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തായാലും എൻ്റെ കൂടെ പോരുമല്ലേ, അപ്പൊ നിങ്ങളെ കൂടെ കാണിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒന്ന് പരമാവധി എൻ്റെ ക്യാമറ കണ്ണുകൾ കിട്ടുന്നതൊക്കെ ഞാൻ പകർത്തി നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ജംഗ്ഷനിലെത്തി. ഇപ്പം എന്തായാലും ഇന്ന് തലേ ദിവസമാണ്, അതായത് 9ാം ദിവസമാണ്. നാളെയാണ് 10ാം ദിവസം. 10ാം ദിവസമാണ് ലാസ്റ്റ് ദിവസം. അപ്പം 9ാം ദിവസം കഴിഞ്ഞ് 9ാം ദിവസം പുലരെയാണ് ഉരുള്. അപ്പം നമ്മൾ ഉരുളിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് പോവുകയാണ്. എന്തായാലും ഈ വീഡിയോ നല്ല ലോങ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് ഇടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ്. വീഡിയോ ലോങ് ആണോ നോക്കിയിട്ട് നമുക്ക് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇടാം. അപ്പം നമ്മൾ ജംഗ്ഷനിൽ കുറച്ച് നടന്ന് ഇങ്ങ് സൈഡിലോട്ട് വന്നു. അപ്പോൾ ഒരു കണ്ണൻ്റെ ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ് കണ്ടു. ഇവിടെ ഒരു പിന്നെ നമ്മുടെ ഒരു ഡക്ക് കിടന്ന് പറക്കുന്നു. അപ്പം അതിനുശേഷം ആ ജംഗ്ഷനിൽ നിന്ന് പിന്നെ താഴോട്ട് നോക്കുമ്പോൾ കാഴ്ചയാണ് ഇത്. ഈ മരത്തിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ചുറ്റി കിടക്കുന്നുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഉത്സവമൊക്കെ നല്ല അടിപൊളി കളറാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കുട്ടി ഒരു ബോൾ ഇട്ട് കളിക്കുന്നു. പിന്നെ ഇവിടെ എന്തൊക്കെയോ, പിന്നെ ഒരു മാൻകുട്ടി പുല്ല് തിന്നുന്നു. പിന്നെ അതെന്തുവാണെന്ന് എൻ്റെ ക്യാമറയിൽ ക്ലിയർ ആവുന്നില്ല. പിന്നെ ഇത് മുരുകനാണ്. പിന്നെ ഇവിടെ ഒന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ റോഡിൽ നീനെയുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പം ഞങ്ങളിത് കറക്റ്റ് 11 മണിക്കാണ് ഈ നടക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു സരസ്വതി ദേവിയുടെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട്. ഞാൻ തിരിഞ്ഞ് നിന്ന് എടുക്കുവാണ്. ഇതാണ് എൻ്റെ ക്യാമറ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്. അതിനുശേഷം നമ്മൾ അടുത്ത ജംഗ്ഷൻ എത്തുമ്പോൾ ക്ഷേത്രം എത്തും. അതിന് മുമ്പുള്ള ഒരു ജംഗ്ഷനിലെ കാഴ്ചയാണിത്, ജവഹർ ജംഗ്ഷൻ. നമ്മൾ ഇവിടെ നിന്നാണ് കറക്റ്റ് തുടങ്ങുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇപ്പം അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള തിരക്കുകൾ. പക്ഷെ നാളെ ഇവിടെ വരണം. മണികളെ നടക്കാൻ പോലും റോഡിൽ സ്ഥലമുണ്ടാവില്ല. ഇവിടെ ബലൂൺ കച്ചവടം.
എൻ്റെ ക്യാമറ കണ്ണുകളിൽ ഞാൻ വ്യക്തമായി പതിക്കട്ടെ. നല്ല അതിമനോഹരമായിട്ടുള്ള ബലൂൺസ്, ലൈറ്റ് കത്തുന്നുണ്ട്. പിന്നെ റോഡിൽ നടന്നു വന്നപ്പോഴത്തേക്ക് നല്ല സുഗന്ധദ്രവ്യങ്ങൾ, സ്പ്രേ. അപ്പം ഇതൊന്നും ഞാൻ മേടിച്ചില്ല. പിന്നെ അടുത്ത ബലൂൺസ് ജംഗ്ഷനിലെത്തി. ഇവിടം തൊട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോകുന്ന തുടക്കം. ഞാൻ ഈ ബലൂൺസ് ഒക്കെ ഒന്ന് എടുത്തിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഞാൻ ഫ്രണ്ട്, അതായത് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോകുന്ന ആർച്ച് കാണിച്ചു തരാം. ഇതാണ് ആർച്ച്. കൊടുമുട്ടിൽ ശ്രീ ഭദ്രോത്സവം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടം തൊട്ടാണ് തുടക്കം വരുന്നത്. നമ്മൾ ആ റോഡ് വഴി അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഒരു കപ്പലണ്ടി വിൽക്കുന്ന മാമൻ വരുന്നുണ്ട്. കപ്പലിൻ്റെ കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്. പക്ഷേ ഇനി നമുക്ക് ക്ഷേത്രത്തിൽ കയറാനുള്ള ധൃതിയിൽ പോവുകയാണ്. ഇതവിടെ റോഡ് സൈഡിലൊക്കെ കച്ചവടമുണ്ട്. പക്ഷേ ഇന്ന് 9ാം ഉത്സവം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇല്ല. കച്ചവടക്കാരുടെ തിരക്ക് കുറവാണ്. കാര്യം ഇന്ന് ഉരുള് റോഡേ വരുന്നത് കൊണ്ട് റോഡ് സൈഡിൽ നിന്ന് കച്ചവടക്കാരെ അനുവദിക്കുന്നില്ല എന്ന് തോന്നുന്നു. കുറച്ച് കച്ചവടക്കാരെ കാണുന്നുള്ളൂ. അതായത് ക്ഷേത്രത്തിലോട്ട് ഇതുവഴി നമുക്ക് എൻട്രി ചെയ്ത് കയറി പോവാം. നമ്മളിപ്പം നേരെയുള്ള റോഡിൽ പോവാണ്. ഈ റോഡിൽ തന്നെയാണ് ഉരുളും വരുന്നത്. നിങ്ങൾക്ക് കരിമീൻ ജ്യൂസ് വേണമെങ്കിൽ കുടിക്കാം. അതിനുള്ള സെറ്റപ്പ് ആയിട്ടുള്ള ഷോപ്പാണ്. ഇവിടെ ഒരു കൃഷ്ണന്റെ ഇതുണ്ട്. അപ്പൊ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കുറെ പേരൊക്കെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കാണുന്നതുകൊണ്ട് കുറെ പേരൊക്കെ ഇങ്ങനെ റോഡ് സൈഡ് വന്നപ്പോഴത്തേക്ക് ഒരു മാമനിരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ തിരിച്ചു വന്നിട്ട് പിന്നെ ഒന്നുകൂടെ പോവാണ്. കാര്യം എനിക്കൊരു കൗതുകം തോന്നി. രണ്ടുപേരും അവിടെ നന്നായിട്ട് കിടന്ന് ചെണ്ട കൂട്ടുന്നു. അവരൊന്ന് പിടിക്കാതിരുന്നത് എങ്ങനെയാണ് നമുക്ക് പണി. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലോട്ട് കയറാനുള്ള ഒരു ഈ റോഡ് ആണ് ഇനി ക്ഷേത്രത്തിൽ കയറുന്നത്. അപ്പോൾ റോഡൊന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് കാണാം. അപ്പം ഇവിടെ തൊട്ട് നല്ല കച്ചവടങ്ങൾ, അതായത് കച്ചവടങ്ങൾ ഫുൾ ഇനി ഇതിനകത്തോട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാൻ പോവുകയാണ്. ബലൂൺസ് സൈഡായിട്ട് കച്ചവടക്കാരെ എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു ഗ്ലാസ് കപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. ഭരണി ഈ ഒരു സെറ്റ് ഫുള്ള് കമ്മലിന് വേണ്ടിയിട്ടുള്ളതാണ്. മുത്തുമണി അടിപൊളി, നല്ല വലിയ ഒരു ഇതാണ്. അത് ഫുള്ള് എനിക്ക് തോന്നുന്നു കമ്മലിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് തോന്നുന്നു. ഈ സൈഡ് വരുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ പുരി, പിന്നെ എനിക്കറിയത്തില്ല, പാനിപൂരി, പിന്നെ കുറേ എന്തൊക്കെ ഐറ്റംസ്, പാനിപൂരിയുടെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാവരും വീഡിയോ എടുക്കുന്നത് ഭയങ്കര വലിയൊരു ഇതായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മസാല കപ്പലണ്ടി, അല്ലാത്ത കപ്പലണ്ടി, ഉപ്പ് കപ്പലണ്ടി, പിന്നെന്താ കുറേ പൊരിപ്പുകളും സാധനങ്ങളും ഒക്കെ. ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല. എങ്കിൽ പോലും ഞാൻ എടുക്കുന്നുണ്ട്. ഇത് കൊതിയായിട്ടാണ് ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കുന്നത്. അടുത്തത് ഹൽവ. പിന്നെ എനിക്കറിയില്ല, ഈന്തപ്പഴം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. എല്ലാം നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങളും കൂടി കൊതി വിട്ടോളൂ. പൊടി എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിങ്ങനെ കാണാൻ തന്നെ കേട്ടോ. പിന്നെ കുറേ പേരൊക്കെ നമ്മൾ ഈ കച്ചവടക്കാരുടെയൊക്കെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി തരണം നമ്മൾ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കുറേ പേർക്കൊക്കെ ഭയങ്കര കൗതുകമായിട്ട് നോക്കുന്നുണ്ട്. എന്തോ ജ്യൂസ് കടയാണെന്ന് തോന്നുന്നു. ഈ ഭാഗങ്ങളിലൊക്കെ നിറയെ നാളെ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ മുത്തുമണി ഇതിലേന്ന് നിൽക്കാനോ നടക്കാനോ പോലും സ്പേസ് കാണില്ല. അത്രയ്ക്ക് ജനവും ആയിരിക്കും, അത്രയ്ക്ക് കച്ചവടക്കാരും ആയിരിക്കും. അത് കൊള്ളാം, നല്ല ബലൂണ്, നല്ല ലൈറ്റൊക്കെ ഉള്ള ബലൂൺ, അതെനിക്ക് ഇഷ്ടപ്പെട്ടും. ഇവിടെയൊക്കെ ഫ്രീ ആയി സ്ഥലം ഒഴിഞ്ഞു കിടക്കണം. അവിടെയൊക്കെ ലേഡീസിൻ്റെ ബാഗും അങ്ങനെയൊക്കെയുള്ള ചെരുപ്പ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്, കച്ചവടമാണ്. ഇവിടെ ഒരു സ്പ്രേ കച്ചവടമുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചുറ്റിലൊന്ന് കറങ്ങിയൊക്കെ കാണിക്കാം. ഇവിടെ ഇത്രയും സ്പേസ് കിടക്കുന്നുണ്ട്. ഇത്രയും സ്പേസിലൊക്കെ കച്ചവടക്കാരും ഒക്കെ വേണ്ടതാണ്. നാളെ എന്തായാലും ഫുള്ള് കച്ചവടമായിരിക്കും. എനിക്ക് വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ വന്ന് പിടിക്കാം. ഇവിടെ എല്ലാം ചായക്കടയുണ്ട്. പക്ഷെ അവിടെ ചായയെല്ലാം ചോദിച്ചായിരുന്നു. പാനിപ്പൂരിയുടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ മുളക് ബജ്ജിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഐസ്ക്രീം കടയുണ്ട് മുത്തുമണി. നമുക്ക് ഐസ്ക്രീം കുടിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം. നമ്മുടെ വീഡിയോസ് എല്ലാം എടുത്ത് തീർന്നതിന് ശേഷം നമുക്ക് ഐസ്ക്രീം കുടിക്കാം. ഇനി നമ്മൾ ഫസ്റ്റിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഇതിൻ്റെ കോളിഫ്ലവറിൻ്റെ അടുത്ത് ചേട്ടൻ എണ്ണയിലോട്ട് മുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഐസ്ക്രീം കടയാണ്. ഇനി ഇവിടെ നിന്നാണ് ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള ഒരു ഇത്. പക്ഷേ ഇന്ന് തിരക്ക് കുറവാണ്, വലിയ രീതിയിലുള്ള തിരക്കായി വരുന്നില്ല. കുറേ പേരൊക്കെ റോഡ് സൈഡിലും അവിടെ ഇവിടെയൊക്കെയാണ്. അപ്പം ഇന്ന് ഉരുളായതുകൊണ്ട് എല്ലാവരും പല പല സ്ഥലത്തായിട്ടൊക്കെ ഒന്ന് തമ്പടിച്ചിരിക്കുവാണ്.
ഇതാണ് ദേവിയുടെ ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ്. ഇതിന് തൊട്ടുപുറത്തായിട്ട് ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന്റെയാണ് ഈ കാണുന്നത്. അപ്പം ഈ സൈഡിനൊക്കെ കുറെ കച്ചവടക്കാരൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും നമുക്ക് ഇനി ഫസ്റ്റിലെ വന്ന വഴിക്ക് നമുക്ക് നേരെ ക്ഷേത്രത്തിൽ ഒന്ന് കയറണം. ക്ഷേത്രത്തിൽ കയറി തൊഴണം. ഞങ്ങൾ വന്നപ്പോൾ 11 മണിയായി. ഇനി ക്ഷേത്രം അടച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. ദാ ഇരിക്കുന്നു മുത്തുമണി. തേടി വന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. കൊലുസുണ്ട്. അയവ പല സൈസിനുള്ള കൊലുസുകളുണ്ട്. അതാ വെള്ളി കൊലുസുണ്ട്. പിന്നെ അതാ നമ്മുടെ മെഹന്തി ഇടുന്നതിന്റെ ഇതുണ്ട്. പിന്നെ അതാ എന്തൊക്കെ ഇവിടെ ഫുള്ള് കൊലുസിന്റെ ഐറ്റംസ് ആണ് കേട്ടോ. ഇനി കുറെ കച്ചവടക്കാരുണ്ട്. സ്പേസ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നാളെ ഫുള്ള് ആളായിരിക്കും, കച്ചവടക്കാരായിരിക്കും. അപ്പത്തേക്ക് ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു അച്ഛൻ 2 കുട്ടികളെയും കൊണ്ടിരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ, പുള്ളിക്കാരൻ ചിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മളിതാ നേരെ ക്ഷേത്രത്തിലോട്ട് പോവാണ്. ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല മുത്തുമണി. അവിടെ ക്ഷേത്രത്തിന്റെ ഗേറ്റ് അടച്ചിരിക്കുന്നു. ഇവിടെ തൊട്ടിപ്പുറത്തായിട്ട് മുടിയേറ്റത്തിന്റെ ചടങ്ങുകളും അതിന്റെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു വിശിഷ്ട ചടങ്ങാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞ് ഇതിന്റെ കൂടെ നമുക്ക് മുടിയേറ്റുമ്പോഴത്തേക്ക് ഇവര് ക്ഷേത്രത്തിനുള്ളിലോട്ട് പോകും. അപ്പം നമുക്ക് അവരുടെ കൂടെ ക്ഷേത്രത്തിലോട്ട് കയറാനേ പറ്റത്തുള്ളൂ. അപ്പം കുറെ നേരം ഈ കാഴ്ച കണ്ടുകൊണ്ടെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ മുടിയേറ്റ് കാണുന്നത്. അപ്പൊ ഇത് കുറേ നേരം കാണും. അപ്പൊ ഇത് കുറേ നേരം കണ്ടു നിന്നതിന് ശേഷം ക്ഷേത്രത്തിൽ ഇതുവഴിയാണ് ക്ഷേത്രത്തിലോട്ട് എൻട്രി ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ അടച്ചിട്ടേക്കുവാണ് കേട്ടോ. അപ്പം ഇനി ഇത് കഴിഞ്ഞ് ഈ മുടിയേറ്റ് നടത്തുന്നവര് ക്ഷേത്രത്തിൽ കയറിപ്പോവും. അപ്പൊ അവരുടെ കൂടെ നമുക്കും കയറിപ്പോവും. അപ്പൊ ഇത് കുറേ നേരം കണ്ടുകൊണ്ട് നിന്ന് ഇത് കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടോളും. ഞാൻ കുറേയൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേയൊക്കെ ഇടാം. ഒരുപാട് ലോങ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ കുറച്ച് ഭാഗങ്ങളെ ഇടുന്നുള്ളൂ. കാര്യം ഇത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, ഇഷ്ടമല്ലാത്തവരും കാണും. ചിലവർക്ക് അത് കാണാൻ ബോറടി ആയിരിക്കും. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കലാരൂപങ്ങളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിത് മിക്കവാറും സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇങ്ങനത്തെ കലാരൂപങ്ങളൊക്കെ കാണാറുണ്ട്. എനിക്ക് ഇതിനെ കാണുമ്പോൾ കൂടുതലും നമ്മുടെ മറ്റേ കാന്താര സിനിമയുടെ ഒരു ഇതുപോലെയൊക്കെ തോന്നും. അതിനിപ്പം ഉടനെ ഉണ്ട്. നമ്മുടെ ക്ഷേത്രത്തിലോട്ട് കയറുമ്പോഴത്തേക്കും ഈ കളിക്കുന്ന പുള്ളി, അതായത് മുടിയേറ്റ് നടത്തുന്ന ആള് കാന്താരെ പോലെയൊക്കെ ആവുന്ന ഒരു സീൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വഴിയെ കാണാം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് എല്ലാവരും കാണും. ഇതൊക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. കൗതുകകരവും പിന്നെ അതായത് ഭക്തിസാന്ദ്രവുമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പം ഒരുപാട് പേര്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഉത്സവത്തിന് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സീൻ കാണുന്നത്. ഇതിനു മുന്നേ ഞങ്ങൾ വന്ന റോഡിലൊക്കെ വല്ലയിൽ കച്ചവടം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കുറെ കാഴ്ചകൾ കാണുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വന്നപ്പോഴത്തേക്ക് ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ അറിഞ്ഞത് ഇവിടെ മുടിയേറ്റ് നടക്കുന്നുണ്ടെന്ന്. അപ്പൊ അതെന്തുവാണ് സംഭവം എന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഇതാ നിങ്ങളും കൂടെ കാണുന്നു. പിന്നെ നമ്മുടെ ഈ കഥകളിയൊക്കെ കളിക്കുമ്പോഴത്തേക്ക് ബാക്കിൽ ഒരു കർട്ടൻ പോലത്തെ സംഭവം വെച്ചിട്ട് കളിക്കില്ലേ, അതുപോലെയൊക്കെ ഇപ്പം ചെയ്യും കേട്ടോ. അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്.
അതിനുശേഷം കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കളിയും കലാപരിപാടികളൊക്കെ. അതിനുശേഷം ഇനി ക്ഷേത്രത്തിനകത്തോട്ട് പോവേണ്, മുടിയേറ്റ് ചെയ്യാനായിട്ട് ക്ഷേത്രത്തിനകത്തോട്ട് പോവാണ്. അപ്പം ആ ഗ്യാപ്പിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഭാഗ്യം പോലെ കയറാൻ പറ്റി. അവിടുത്തെ ഭാരവാഹികളൊന്നും പറഞ്ഞില്ല, ഷൂട്ട് ചെയ്യുന്നതിന് വേറെ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് നല്ല രീതിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇനി മുടിയേറ്റ് ചൂടാനുള്ള അല്ലെങ്കിൽ മുടിയേറ്റ് ഏറ്റാനുള്ള ഒരു ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത്. ആ കാഴ്ചകളൊക്കെ കാണും. ഇത് നിങ്ങളൊരു ബോറടി ആയിട്ട് കാണരുത്. ഇത് നല്ല ഭക്താന്തരമായിട്ട് നല്ല ഭക്തിയോടും കൂടിയൊക്കെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇരുന്ന് കാണുക. ഞാനത് ബോറടിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. എനിക്ക് ഇതൊക്കെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമായതുകൊണ്ട് എന്തോ ഇത് കാണേണ്ട കാഴ്ചകളാണ്. ഇതൊക്കെ എല്ലാവരും കാണേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാഴ്ചകളായതുകൊണ്ട് ഇത് ഞാൻ ഫുൾ എടുക്കുന്നുണ്ട്. ഒരുവിധം ഫുൾ എടുക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു നോക്കൂ. മുടിയേറ്റ് ഏന്താൻ പോവുകയാണ് കേട്ടോ. ആ ടൈമിൽ അവിടെ കുരവിളിയും ഒക്കെ ആയിട്ട് നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു മൂഡായിരുന്നു. മുടിയേറ്റ് ഏന്താനായിട്ട് പോവുകയാണ്. അതിനുശേഷം ഫുള്ള്, അതായത് ഈ മുടി ഏറ്റുന്ന ആള് ഫുള്ള് ഒരു കാന്താരയെ പോലെയൊക്കെ തന്നെയാണ് എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്തത്. പുള്ളിയുടെ കയ്യിൽ ഇനിയിപ്പോൾ ഒരു വാളും കൂടി കൊടുക്കും. അപ്പൊ ഈ വാള് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പുള്ളിയുടെ പ്രകടനമൊക്കെ കാണുമ്പോൾ വല്ലാതെ പേടിയാവും. എന്തായാലും പേടി തോന്നിക്കും. എനിക്കെന്തോ വല്ലാതെ പേടി തോന്നിച്ചു. പക്ഷെ മാക്സിമം ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകളിൽ പകർത്താൻ നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ഷേത്രത്തിനകത്തുനിന്ന് വാളും കൂടി ഇപ്പൊ പുള്ളിയുടെ കയ്യിൽ കൊടുക്കും. ഇത് അവര് മറ്റേ ഇതല്ലേ, അനുഗ്രഹം കിട്ടിയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പം അതിൻ്റെതായ ഒരു എഫക്റ്റ് അവരിൽ കാണുമായിരിക്കും. ഇനിയിപ്പം വാള് കൊടുത്തതിന് ശേഷം അപ്പം അതിൻ്റെ ചടങ്ങുകളൊക്കെയാണ്. അപ്പം ആ സമയത്ത് എല്ലാവരും കുരവയിടലും ഭയങ്കര പ്രാർത്ഥനയും ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരിതാണ്. എനിക്കെന്തായാലും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായി. ഇനിയിപ്പം വാള് കൊടുക്കും കേട്ടോ. ഈ തെയ്യത്തിന്റെ കയ്യിൽ വാള് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ അതിനുശേഷം അതായത് ഈ തെയ്യത്തിന് അനുഗ്രഹം കിട്ടിയതിൻ്റെ ഒരു രീതിയിലാണെന്ന് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇനി പുള്ളിയുടെ കുറേ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അതുപോലെ ശരിക്കും ഇപ്പം ഇതിനിടയിൽ കാണിക്കുമ്പോൾ നമുക്ക് കാന്താരയുടെ ഒരു ലുക്ക് എന്ന് തോന്നും. പക്ഷെ എനിക്കത് പുള്ളി തിരിഞ്ഞാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് അവിടെ പോയി ഫേസ് കറക്റ്റ് പിടിക്കാൻ പറ്റിയില്ല. എന്നാലും അതേപോലെ ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട്.
കറക്റ്റ് ഫേസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റി കറങ്ങി അപ്പുറത്തെ സൈഡിൽ നിന്ന് പോയി നിന്ന് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടും എന്ന് വിശ്വസിച്ച് ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് പോവുകയാണ്. അപ്പുറത്തെ സൈഡിൽ പോയപ്പോഴത്തേക്കും ഒരുവിധം നന്നായിട്ട് കുറെ കൂടി നന്നായിട്ട് കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ കൂടിയിട്ടുള്ളവർക്ക് ആർക്കും ഇതിനെപ്പറ്റി വലിയ അറിവില്ലാന്ന് തോന്നുന്നു. ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ആചാരാനുഷ്ഠാനം നടക്കുന്നുണ്ടെന്ന് കുറച്ച് ആളുകൾ മാത്രമേ ക്ഷേത്രത്തിലുള്ളൂ. ബാക്കി ഒരുപാട് പേരും അവിടെ പുറത്ത് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നടക്കുവാണ്. ഇങ്ങനെ ക്ഷേത്രത്തിലൊരു ചടങ്ങുള്ളതായിട്ട് വലുതായിട്ടും ആർക്കും ഒരു പിടിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ പാർട്ട് 2 ആയിട്ട് വീഡിയോ ഇടാം. കാര്യം ഈ ഒരു വീഡിയോക്കകത്ത് ഇത് ഫുള്ള് തീരില്ല. ബാക്കി ഊരിലും കാഴ്ചകളും ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പം ഇത് വലിയ ലോങ് ആയി പോകുന്നുണ്ട്. ഇത് ചുരുക്കിയും കാണിക്കാൻ പറ്റത്തില്ല. കാര്യം അത്രയ്ക്ക് നല്ലൊരു രൂപമാണ്. അപ്പം അല്ലെങ്കിൽ ആചാര അനുഷ്ഠാനത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഇത് കട്ട് ചെയ്തു അല്ലെങ്കിൽ ചെറുതാക്കിയൊന്നും കാണിക്കാൻ എനിക്ക് തോന്നിയില്ല. ഇത് ഫുള്ള് കാണിക്കണമെന്ന് തോന്നി. ഇത് ഒരുപാട് പേരും കണ്ടിരിക്കേണ്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഒരുവിധം ഒക്കെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ മുത്തുമണി.